ബൈനോക്കുലർ ടോക്സിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കാം കേട്ടോ. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെയാണ്, ശ്രീ സത്യസായി. കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി അന്തരീക്ഷം, പാർക്കിംഗ് സൗകര്യമുണ്ട്, അവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് ഉണ്ടാക്കി ഇവിടെ ഒന്ന് കഴിക്കാം. ഫുഡ് കൊണ്ടുവരുന്നവർക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കാം കേട്ടോ, അവർ സ്വന്തം റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ ആനമല ശരിക്കും കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ ആനമല പറമ്പിക്കുളം ആ വഴി പോകാനാണ് പ്ലാൻ. മഴയായിരുന്നു രാത്രി മൊത്തം, അതുകൊണ്ട് ഇനി ബാക്കി യാത്ര കാണാം. അപ്പോൾ എല്ലാവരും കൂടി കയറിക്കോ കേട്ടോ. ബാ. ആനമല 12 കിലോമീറ്റർ, ടോപ്പ് സ്ലിപ്പ് 28 കിലോമീറ്റർ. നമുക്കൊന്ന് പോയി നോക്കാം. പൊള്ളാച്ചി ഉണ്ടോ, പൊള്ളാച്ചി തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. തെങ്ങാണ് ഫുള്ള് കൃഷി. ഞങ്ങളിവിടെ എല്ലാം അന്വേഷിച്ചു, ഇവിടെ ഫുള്ള് തെങ്ങ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടല്ലോ തെങ്ങും തോട്ടം മാത്രമേ ഉള്ളൂ, രണ്ട് സൈഡും. തെങ്ങും തോട്ടത്തിൽ ആവശ്യത്തിന് മയിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ കൂടെ ഒന്നും പറന്നു വിടുന്നു, വണ്ടിയെ വന്നിരിക്കുമെന്ന് വിചാരിച്ചു. അത്ര അടുത്ത് ഇത് കണ്ടല്ലോ, ചെറുതും വലുതുമായ തെങ്ങിൻ തോട്ടങ്ങൾ. ഒരു തെങ്ങും തോട്ടത്തിൽ തന്നെ അടുത്ത തെങ്ങും തോട്ടം അവർ പ്ലാന്റ് ചെയ്ത് തെങ്ങ് നോക്കി, വലിയ തെങ്ങിൻ്റെ ചുവട്ടിൽ, അതായത് സ്ഥലം നോക്കി എന്തൊക്കെ സാധനം നിൽക്കുന്നത് അറിയോ. കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, തേക്കുണ്ട്, പേരയ്ക്കുണ്ട്, നോക്കി എല്ലാ സാധനം കുഴിച്ചിട്ടുണ്ട്. വഴി സൈഡിൽ കൂടെ തേക്ക്, കവുങ്ങ്, തെങ്ങ്, ഫുള്ള് തെങ്ങാണ്. തെങ്ങ് 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 തെങ്ങ്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു കാളവണ്ടി പോകുന്നതാണ് അല്ലേ. കാളവണ്ടിയൊക്കെ കുറഞ്ഞല്ലേ. വരുന്ന വഴിക്കുള്ള ചെറിയൊരു പട്ടണം. പുളി നിൽക്കുന്നു, എന്നെ ഭംഗിയാ നിൽക്കും. റോഡിനോട് ചേർന്നാണ് വീടൊക്കെ ഇരിക്കണേ. വേറൊരു സംഭവം കാണിച്ചില്ലേ. ഓരോ സ്ഥലത്തും കൊണ്ട് വെച്ച് വെച്ചു. ആനമലയ്ക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ചെറിയൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഈ ഒരേ ലൈൻ വീടേ ഉള്ളൂ, വീട് അപ്പുറത്തോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ചുറ്റുവട്ടെല്ലാം തെങ്ങാണ്. നോക്കി ചെറിയ ചെറിയ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ വലിയ വീടുകൾ അല്ലേ. ഇച്ചിരി പൊക്കമുള്ള വീടെന്ന് പറഞ്ഞൊക്കെ ഉള്ളത്. നല്ല നീളത്തിൽ ഒരു സ്ഥലം, രണ്ട് സൈഡും ചെറിയ വീട്, ഇങ്ങനെ പൊങ്ങി വെച്ച് നല്ല കുഞ്ഞു വീടുകൾ. അത് സിമെന്റ് ഭാഗിയേക്കണ തറയിൽ ചാണകം വീഴേക്കണുണ്ടോ, സിമെന്റ് കണ്ടായിരുന്നു ആ കടയില്. സിമെന്റ് ഭാഗിയേക്കണ, പക്ഷെ അതേലെ ഒരു ചാണകം വഴി കോല ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലം കോട്ടൂർ. ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ATM ഉണ്ട്, പമ്പുണ്ട്, ഒരുപാട് ഉപയോഗങ്ങളൊന്നും ഇല്ലാത്ത ഹോട്ടലുണ്ട്. നിങ്ങൾക്ക് നല്ല രാവിലെ നല്ല അടിപൊളി ടൊമാറ്റോ റൈസ് കിട്ടി, കുഴപ്പമില്ല. ഇപ്പം ഈ സിറ്റിയുടെ ഈ ഭാഗത്തോട്ട്, ഈ നഗരത്തിൻ്റെ ഈ ഭാഗത്തോട്ട് വരുമ്പം കുറച്ച് 1-2 നിലകൾ കെട്ടിടങ്ങളുണ്ട് കേട്ടോ. ഇന്നൊക്കെ സൂപ്പർ മാർക്കറ്റുകളായി. പിന്നെ എല്ലായിടത്തും ഉഴുന്നുകൂടെ ഉണ്ട് രാവിലെ അല്ലേ. ഉഴുന്നുകൂടെ കട എനിക്ക് ആ ഡാബൂടെ ഉണ്ട്. ആ കാട അപ്പുറത്തുണ്ട്, മുകളിൽ കാടയുണ്ട്, താഴെ കോഴിയുണ്ട്, ഇവിടെ പ്രാവും ഉണ്ട്. വാങ്ങിയാലോ? 2 പ്രാവിനെ വാങ്ങാല്ലേ, 2.5 വാങ്ങും. കോട്ടൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു ജംഗ്ഷൻ വരും. നമുക്ക് നേരെ പോകാൻ തോന്നുന്നു, പക്ഷെ പോകരുത്, ലെഫ്റ്റ് തിരിയണം. ഇപ്പം ഞങ്ങൾ ആ വഴി പോകാൻ തുടങ്ങി. പമ്പിന് ഒരു കുറവില്ല അല്ലേ. ഒരു കോഴി ഫാമാണേ. നമ്മളവിടെ ഒന്ന് കയറി കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം പുറമെ നിന്നൊന്നും ആൾക്കാരെ കയറ്റില്ല. പുറത്തുള്ളവർക്ക് കോഴിയെ കഴിക്കാം. അങ്ങനെ നമ്മൾ ആനമല എന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ആന സഫാരി ഉള്ളിടത്തോളം നമുക്ക് പോകേണ്ടത്. ആൽപ്പുറത്ത് ഞാൻ കയറിയില്ല കേട്ടോ, എനിക്ക് പേടി.
അത്യാവശ്യം വലിയ ടൗൺ കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് കോവിലുണ്ടെന്ന് പറഞ്ഞല്ലേ, മാസാനിയമ്മനോ എന്നാ പറഞ്ഞേ? അയ്യോ അതെനിക്ക് മനസ്സിലായില്ല. ഇവര് പറയുന്നത് മനസ്സിലാകും. ഒരു സ്ഥലത്തിന്റെ പേര് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ഇவ்வளவு സാരി കോവിൽ കൊടുത്തതാണ്. കോവിൽ തന്നെ പേര് സാരി മാല മാത്രമാണ്. கோயில் பத்தி விவரம் கேக்குறீங்களா? ஆமா. இப்படி வாங்க. சாமி பத்தி நின்று சாமி மேல நின்று சொல்றதுக்கு சொல்லு. அதாவதுங்க இந்த கோயில் மாசாணியம்மன் பேசுறேங்க. இந்த கோயில் வந்து மிளகாய் இருக்கு, விசேஷ பூஜைகள் திருட்டு செய்வன மோசடி கூடியிருக்காங்க, தொழில் முடக்கம், குடும்ப பிரச்சனை, இப்படி திருப்பி இங்கே வந்து திருட்டு செய்வன மோசடி பொருளுக்கான தொழில் முடக்க, குடும்ப பிரச்சனை, குடுக்கல் வாங்கல் பிரச்சனை, நம்பிக்கை துரோகம், செய்வனையால் பாதிக்கப்படுது. நம்மளுக்கு என்ன பிரச்சனை எதாக இருந்ததுனாலும் இந்த கோயில் மிளகா அரைச்சிட்டு போனாங்கன்னா நம்மளுக்கு இந்த அம்மா என்ன காரியம் நினச்சாலும் இந்த 21 நாள் 31 நாள் 3 மாதம் வரைக்கும் டைமுங்க. 3 மாதத்துக்குள்ளே உங்கள் காரியம் நல்லபடியாக நடந்ததுன்னா அம்மாவுக்கு திரும்ப வந்து எண்ணெய் காப்பு செய்யணுங்க. எண்ணெய் காப்பு செய்யாமல் இருக்கக்கூடாது. நம்ம எதுக்காக எண்ணெய் காப்பு செய்யணும்னா, நம்மளுக்கு மிளகா அரைச்சிட்டு போய் காரியம் நடக்காமல் இருந்ததுன்னா வந்து திரும்பி வந்து அம்மாவுக்கு எண்ணெய் காப்பு செஞ்சுட்டு மருமிளகா பிரச்சனை எதாக இருந்ததுன்னா மருமிளகா அரைச்சி போட்டுட்டு போவாங்க. இன்னொன்று வந்துன்னா, குழந்தைய கல்யாணம் ஆகாமல் தான் கல்யாண கயிறு கட்டி விடுவாங்க. கல்யாணமாகி குழந்தை இல்லாமல் தொட்டில் கட்டி அணிஞ்சு கும்பிட்டு போனோம்னா 3 மாதம் வரைக்கும் டைமுங்க. நம்ம எத்தனை நாள் கெடுவு கட்டுறோமோ அத்தனை நாள் அதில் கெடுவு கட்டி அம்மாவுக்கு வேற மோண்டுதல் வச்சுட்டு போகணுங்க. நல்லதே நடக்கும். இன்னொன்று வந்து வேண்டுதல் சீட்டுங்க. வேண்டுதல் சீட்டில் நம்ம குறையில் வந்து 48 கோரிக்கை இருக்குது. 48 கோரிக்கையில் வந்து நம்மளுக்கு பேரு ஊருங்க. அருள்மிகு மாசாணி அம்மனுக்கு எனது வேண்டுகோள் தாய், அம்மாவை சன்னிதானத்துக்கு வந்திருக்கிறேன். என் கார் எதாக இருந்தாலும் நம்ம சீட்டில் எழுதி வச்சு அம்மாவுக்கு 48 நாள் அம்மா கையில் வச்சுருப்பாங்க. நம்ம மனசார என்ன நினச்சி வேண்டுறப்போ அந்த சீட்டில் எழுதி கட்டி கும்பிட்டு போனோம்னா காரியம் நல்லபடியாக நடந்ததுன்னா திரும்பி அம்மாவுக்கு வந்து பட்டு எடுத்து சாத்துவாங்க. ஃபர்ஸ்ட் வந்து வேண்டுதல் நம்ம வந்து மெயினான பிரச்சனை வந்து மிளகாய் இருக்கிறதுக்கு அந்த கோயிலுக்கு வழிபாடே வர்றாங்க. மிளகாய் எதா இருக்குன்னா இந்த மாதிரி பல பிரச்சனைகள் எதா இருக்குன்னா மிளகாய் அரைச்சு கும்பிட்டு போனோம்னா இது அங்க என்ன பண்ண முடியுது? இது வந்து மிளகாய் அரைச்சு நீதிக்கல்ல இப்படி அரைச்சு போடுறதுக்கு. இந்த மாதிரி அரைச்சு போட்டுட்டு நம்ம காரியத்தை வந்து அது மிளகாய் அரைச்சு. இன்னொன்று என்னன்னா, வெளியில போய் யார்கிட்டையும் சொல்லக்கூடாது. ஒருத்தருக்கா நம்மளுக்காக செய்யறாங்க அப்படின்னா வெளியில போய் யார்கிட்டையும் சொல்லக்கூடாது. சொன்னீங்கன்னா பழிக்காது. நம்ம என்ன நினைச்சு கும்பிட்டு மனசார வேண்டிட்டு போனாலும் இந்த அம்மாவை தேடி வருவாங்க. வருஷத்துல ஒரு நாள் அம்மாவுக்கு ஊர் பொதுமக்கள் வெளியூர்கார் எல்லாருமே வந்து கலந்து இந்த அம்மாவுக்கு செஞ்சு நம்ம என்ன மனசார் நேர்ந்து இந்த அம்மா நம்பிக்கை வரமோ அவ்வளோ நம்பிக்கை கை கொடுப்பாங்க. ஆனால் நம்பிக்கை அந்த அம்மா தேடி வரணும். எங்கே இருந்தாலும் பொதுமக்களுக்கு எல்லாம் வெளியூருக்கா இருக்கு யாருக்குனாலும் நான் சொல்கிறேன், கண்டிப்பாக அந்த அம்மாவை தேடி வந்து வேண்டுதல் வச்சுட்டு போங்க. உங்கள் காரியம் கண்டிப்பாக வெற்றியாக ஜெயமாகும். ஆனால் வந்து இன்னொன்று வந்து இந்த கோயிலுக்கு வந்ததாக வெளியில் யார்ட்டையும் சொல்லக்கூடாது. நம்மளுக்கு என்ன பிரச்சனை இருந்தாலும் இந்த அப்பா மனசார தீர்த்து கொடுப்பாங்க. இந்த அம்மா வந்து ஆரம்பத்துலேருந்து வந்து இங்கே இருக்கிறாங்க. நீங்கள் என்ன காரியம் நினச்சிருந்தாலும் நல்லபடியாக நடந்துருவாங்க. சரி, பொதுமக்களுக்குங்க கண்டிப்பாக வந்து இந்த அம்மாட்ட வேண்டி கும்பிட்டு போவோம். சரி ஓகேங்க, ரொம்ப நன்றி. അടിപൊളിയല്ലേ? നല്ല കളർഫുള്ളാണ്. അതന്നെ, എല്ലാം മഞ്ഞ ചുവപ്പ് പച്ച, ഇതാ മെയിൻ കളർ കേട്ടോ. ഇവിടെ ഇതെന്നത് ഈന്തപ്പഴം. ഇല്ലാത്ത സാധനം ഒന്നുമില്ല കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. ഇത് അമ്പലത്തിലോട്ട് നല്ല ദൂരമുണ്ട് കേട്ടോ. എന്തത്രയും പൊക്കമാണ് അറിയാൻ. ആഹാ, ഇതിനകത്ത് ക്യാമറ പ്രവേശനമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഫ്രണ്ടും കൂടെ ഇതെന്റെ പുറകുവശം കേട്ടോ. അവിടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കും. അവിടെ മേൽവശമൊക്കെ
നോക്കി ഞാൻ ഫുൾ പെയിന്റിങ് നടന്നു. ഇതുകൊണ്ട് അമ്പലത്തിന്റെ എൻട്രൻസ് ഇവിടെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്, 2 എൻട്രൻസ് ഉണ്ട്. ഇതുണ്ട് ഇവിടെ നമ്മളാ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇത് കത്തിക്കുന്ന കേട്ടോ. ഇതുണ്ടോ നാരങ്ങ, ഉപ്പ് വെച്ച് ഈ പീഠം പോലെ ഉണ്ടാക്കി ആ പീഠത്തിന് മുകളിലെ വിളക്ക് വെച്ച് കത്തിക്കും. ഇതുണ്ടോ കൊണ്ടുവരുന്ന നാരങ്ങ ഇതിൽ 2 സൈഡിൽ കൂടെ ഉരച്ച് അത് കയറ്റി അടുക്കി വെച്ചിട്ടു. ടോപ്പ് സ്ലിപ്പ് പോകുന്ന വഴി അതെ. ഇവിടുന്ന് 20 കിലോമീറ്റർ അല്ലേ, 22 കിലോമീറ്റർ എത്ര? 2 കിലോമീറ്റർ നമ്മളിപ്പോൾ 2-3 കിലോമീറ്റർ പോകുന്നു. ദീപാവലി ആയതുകൊണ്ട് 2 ദിവസം കൂടെ അവധി ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ നല്ല തിരക്ക്. അങ്ങനെയുണ്ട്, അടിപൊളി സ്ഥലമല്ലേ. ദീപാവലി ആയതുകൊണ്ട് തിരക്കാന്നാ പറഞ്ഞു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥലം കണ്ടപ്പം കയറി പറഞ്ഞു, ഒരു ബന്ധമില്ലാതെ പറഞ്ഞു കളഞ്ഞില്ലേ. ദീപാവലി ആയതുകൊണ്ട് 2 ദിവസം കൂടെ അവധിയാവും. എല്ലാ സ്ഥലത്തും തിരക്കാം. നമ്മുടെ ആ ടണലൊക്കെ പോയത് അടച്ചു വെച്ചത് ദീപാവലി കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു, കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാർ വരും, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പാലത്തിന് ചെറിയ വിലക്കുറവുണ്ട്, അതുകൊണ്ട് പാലം പോവും. അതിൻ്റെ പേരിൽ അവർ അടച്ചതാണ്. അങ്ങനെ നമ്മളതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നു കേട്ടോ. ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്കിംഗ് ഉണ്ട്. ഒക്കെ നമുക്ക് എന്തോ പറയുന്നിടത്ത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് കയറി കേട്ടോ. എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. മദ്യം, സിഗരറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ഗ്യാസ് ഊറ്റി വെച്ചിരുന്ന അതൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിവിടെ തങ്ങുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. എല്ലാ സാധനം ചെക്ക് ചെയ്യും. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി കണ്ട് എന്താണ് ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭംഗിയെന്ന് നമുക്കൊന്ന് കണ്ട് പകർത്തി നോക്കാം. ഒരു കേഴ നിൽപ്പുണ്ട്. നമ്മൾ പറഞ്ഞു 2 കേഴ, 2 ഉണ്ട്. ഒരെണ്ണം അപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ. നമ്മൾ പറമ്പിക്കുളം കയറിയപ്പോൾ ഫസ്റ്റ് അതിഥിയാ. ശരിക്കും കാണത്തില്ല, ഇച്ചിരി ദൂരെയാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം കുറച്ചുകൂടെ പോയി. ഉണ്ടാവുന്നേ ഇനി ഇഷ്ടം പോലെ ഉണ്ടാവും. വെറൈറ്റി സാധനമാണോ ഇഷ്ടം പോലെ. പോയില്ലടാ, അവിടെ ഉണ്ട് കേട്ടോ. ഒരു തണ്ട് വരുന്നു, പിന്നെ അതിൽ നിന്നൊരു പൂ പോലത്തെ ഉരുണ്ടിരിക്കണം, പിന്നെ പൊങ്ങി പോകണം, വീണ്ടും ഉരുണ്ടിരിക്കും. കൊള്ളാം സാധനം, കുറെ ഉണ്ട് കേട്ടോ ഇത് ചെടി. എങ്ങനെയുണ്ട് പൂ? എങ്ങനെയുണ്ട്? നല്ല രസം കാണാല്ലേ. ഈ ശരിക്കും ഇതെല്ലാം കൂടെ മൊത്തം പൂത്താലും ഭംഗിയായിരിക്കും അല്ലേ? എല്ലാത്തിനും പകുതി പകുതി പൂവുള്ളൂ. കുട്ടികൾ ഈ സ്കൂളിൽ പോയില്ലേ? ഇവിടെ ഇങ്ങനെ നിൽക്കണത് ഷേപ്പൊക്കെ മാറി വരുന്നുള്ളൂ കേട്ടെ. അമ്മേ, പൊക്കോളാം. നടപടിയാവോ? 2360 രൂപ. എന്തിനു? ജിപ്പ് സഫാരിക്കോ? 150 രൂപ എന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത് എൻ്റെ അറിവില്. അപ്പോ ജിപ്പ് സഫാരി പോലെ വേണ്ടേ? സഫാരി എത്ര ചാർജ് എത്ര പറഞ്ഞു? 2360 ഒരു വണ്ടിക്കല്ലേ? 1.5 മണിക്കൂർ. വണ്ടിയിൽ എത്ര പേർ കയറാന്ന് ചോദിച്ചായിരുന്നോ? 5-6 പേർക്ക് എന്തായാലും പറ്റുമായിരിക്കും അല്ലേ? ഒരു മേളിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഈ പുല്ലിൻ്റെ ഒക്കെ അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. പുൽമേടിന് മുകളിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ്. 3000 തൊട്ട് 60 ആണ്.
12 മണിക്കൂർ. ഓഫ് റോഡ് സവാരിയൊന്നും അല്ല. ഓഫ് റോഡ് സഫാരിയൊന്നും അല്ല, അത് രാവിലെ പോകും. ട്രാവലും 2 വീൽ ഡ്രൈവ് വണ്ടികളല്ല ഓടുന്നത്, 4 വീൽ ഡ്രൈവ് വണ്ടിയൊന്നും അല്ല അവിടെ ഓടുന്നതല്ല. അപ്പം ടാറില്ല എന്നേ ഉള്ളൂ, ബാക്കി വഴി നല്ല തന്നെയാണ്. അല്ലെങ്കിൽ എന്തായാലും ആ വണ്ടി പോകല്ലേ. അതുപോലെ സ്റ്റാബിൽ മാത്രമേ ബോഡി എടുത്തിട്ടുള്ളൂ. അപ്പം മറ്റാണ് ചെറിയ വണ്ടിയായിരിക്കും ഇച്ചിരി കൂടെ. നമുക്ക് നോക്കാം. ബാ ഇതൊക്കെ സഫാരി പോകാൻ വേണ്ടി റെഡി കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ. ട്രാവലർ പുറകിലൊരു ട്രാവലർ ഉണ്ട്. 3, 4, 8, 9 പേർക്ക് വരെ പോവാം ഒരെണ്ണത്തിനകത്ത്. അതാണ് ഗസ്റ്റ് ഹൗസ് കേട്ടോ, മേളിൽ കാണുന്നത്. ഇവിടെ വലിയ സംഭവങ്ങൾ ഒന്നും തന്നെ അല്ല. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വരുന്ന വഴിക്ക് ആട്ടുപോത്തിനെ കണ്ടത് ബോണസ് കിട്ടി. അപ്പം ഞങ്ങൾ വേറൊരു കാര്യം തീരുമാനിച്ചു. ഇവിടെ 2300 രൂപ കൊടുത്ത് സഫാരിക്ക് പോകുന്ന അവരുടെ വണ്ടിയിൽ പോകുന്നതിന് 1.5 മണിക്കൂർ ആണ് ഉള്ളത്. അതിനേക്കാളും ബെറ്റർ പറമ്പിക്കുളത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പോവുകയും ചെയ്യാം. ഇവിടത്തേക്കാളിലും കൂടുതൽ മൃഗങ്ങളെ കാണാമെന്നാണ് ഇപ്പം ഇവിടെ പോയി വന്ന ആൾക്കാർ പറഞ്ഞത്. അവിടെ ആകുമ്പം ഒരാൾക്ക് 200 രൂപയുള്ളൂ, നമ്മുടെ വണ്ടിക്ക് 100 രൂപയും. അങ്ങനെ നമുക്ക് രണ്ടുപേരും പേരും 200, 400, 100, 500 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ 3 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാം കാടിനുള്ളിൽ കൂടെ. അവിടെ കുറേ അധികം മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പറമ്പിക്കുളം പോയി സഫാരി ചെയ്യാൻ തീരുമാനിച്ചു നമ്മുടെ സ്വന്തം വണ്ടിയിൽ. അപ്പം നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അനീഷേ, അതല്ലേ നല്ലത്? വെൽക്കം ടു കേരള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ മെയിൻ ഗേറ്റ് ആണ് ഈ കാണുന്നത്. അനീഷ കയറുമല്ലേ? ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങുന്നിടത്ത് ഒരു കഫേ ഉണ്ട്. അത്യാവശ്യം സ്നാക്സൊക്കെ കഴിക്കാം. പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്, ഇൻഫർമേഷൻ ഓഫീസുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇനിയുള്ളതാണ്. ബുൾബുൾ കഫറ്റീരിയ. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ചായ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനമില്ല. പിന്നെ ബിസ്ക്കറ്റ്. മഴ പെയ്തു. നമ്മൾ ഇവിടുന്ന് എൻട്രി ഫീസ് എടുത്തു. നമ്മുടെ വണ്ടിക്ക് 2 പേർക്കും വണ്ടിക്ക് കൂടെ എൻട്രി ഒരാൾക്ക് 30 രൂപ, അങ്ങനെ 30, 60, വണ്ടിക്ക് 85, അങ്ങനെ 145 രൂപ. 5 രൂപ ബാക്കി തന്നുമില്ല. അതെ, നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടിനകത്തോട് റൈഡ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റ് കുറവാണെന്നാണ് പറഞ്ഞേക്കണേ. അവരുടെ വണ്ടിയിൽ 400 രൂപയെന്ന് പറഞ്ഞേക്കണേ. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. മഴ വേണം, എന്തേ പെയ്യാത്തെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. വൈപ്പം വന്നിട്ട് നല്ല വെയില്, നല്ല മഴ. മഴ ശക്തി പ്രാപിച്ചിട്ടില്ല, മഴ പെയ്യുന്നുണ്ട്, എന്നാലും പെയ്യുന്നുണ്ട്. മനത്തിന് വ്യത്യാസമൊന്നുമില്ല, അത് തന്നെ ഇഡ്ലിക്കൂട്ടം തന്നെ. നമ്മൾ കണ്ട 2 നില പൂവ്. പറമ്പിക്കുളം ഇവിടെയാണ് നമ്മുടെ ഫോറസ്റ്റ് റൈഡ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. 40 രൂപ അത്തി ഇത്തി പേരാര് അരയാല്. അവിടെ നമ്മുടെ വലതുവശത്തും ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പാർക്കൊക്കെ പോലെ കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുടെ ഇരിപ്പുണ്ട്, കുരങ്ങന്മാരുണ്ട് കുറേ പേര്. അപ്പോൾ നമുക്ക് നേരെ മുമ്പിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. വണ്ടിക്ക് എടുക്കണം, നമുക്കും എടുക്കണം. അപ്പോൾ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് യാത്ര. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗൈഡും വരുന്നുണ്ട് കേട്ടോ, ഒരു ഗൈഡിനെ തരും. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഒരു ഗൈഡും ഉണ്ടെന്ന് പറഞ്ഞു. 100 രൂപ വണ്ടിക്ക് മേടിച്ചു. നമുക്ക് 2 പേർക്ക് 400 രൂപ മേടിച്ചു. നമ്മുടെ വണ്ടി വരുന്നു.
ഇത് നമ്മുടെ ഗൈഡ് വന്ന് കയറി. മയിലൊരെണ്ണം ഫ്രണ്ടിലുണ്ടല്ലേ. മയിൽ ഇഷ്ടം പോലെ അവിടെ അല്ലേ? ഇതാ വണ്ടി പോകുന്ന വണ്ടിയാണ് കിടക്കുന്നത്. സവാരി വേണം. സാറിന് വേറെ എങ്ങനെ? സെൽവൻ. സ്ഥലം ഇവിടെ തന്നെ പറമ്പുകൾ. പോയി. ഞാൻ വേട്ടക്കാരൻ പുതൂർ ശ്രദ്ധിച്ചുകൊണ്ട് വന്നിട്ട്. പേര് ഇദ്ദേഹമാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ഗൈഡ്. പേര് സെൽവൻ അല്ലേ? സെൽവൻ. 35ഓളം കടുവകളുണ്ടെന്നാണ് പറഞ്ഞത് ഈ കാടിനകത്ത്. ആനപ്പണ്ട ഇഷ്ടം പോലെ വഴികൾ കിടപ്പുണ്ട് കേട്ടോ. 5 സ്പോട്ടാണ് നമ്മൾ ടൂറിസ്റ്റുകളെ നടക്കുക. അല്ലാണ്ട് ഡാമ്, വ്യൂ പോയിന്റ്, പിന്നെ മറ്റേ തേക്ക് മരമുണ്ട് 500 വർഷം പ്രായമുള്ള. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വണ്ടി പോകുമ്പോൾ ഇവിടെ ബോട്ടിങ് കണ്ടിട്ട് മറ്റേ പാമ്പൂർ റാഫ്റ്റിംഗ് പറഞ്ഞത് മുളച്ചങ്ങാട്. അത് അരമണിക്കൂർ. അത് 4 പേർക്ക് 500 രൂപയാണ് ചാർജ് ചെയ്തത്. 56 കിലോമീറ്റർ അല്ലേ? തൂണക്കടവ് ഡാമിന്റെ അല്ലേ? നമ്മൾ ആ ഡാമിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെയുള്ള 3 ഡാമാണ് മൊത്തം ഉള്ളത് പറമ്പിക്കുളം മേഖലയിൽ. അത് 3ഉം ഷട്ടറില്ലാത്ത ഒരു ഡാം. അപ്പൊ ഈ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവര് തമിഴ്നാട് കൃഷി, കുടിവെള്ളം, വൈദ്യുതി എല്ലാം ഇതിന്റെയാ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതൊന്നുമില്ല. നമുക്കൊരു ഇത്ര TMC വെള്ളം ചിറ്റൂർ ഭാഗത്തേക്ക് വരും പാലക്കാട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ വെള്ളം കെട്ടി നിൽക്കില്ല. അത്രയും ഏരിയയുടെ വാടക എഗ്രിമെന്റ് പ്രകാരം തമിഴ്നാട്. പണ്ട് പണിതത് അവർ തന്നെയാണ്. അവരുടെ വെള്ളപ്പെരിയാർ പോലെ. മുല്ലപ്പെരിയാർ പോലെ തന്നെ അല്ലേ? ഏതൊക്കെ ഡാമാ അത്? പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം, അങ്ങനെ 3 ഡാം. പെരുവാരിക്കുളം പ്രോജക്റ്റിൽ വരുന്നതാണ് പറമ്പിക്കുളം മാലിയാർ പ്രോജക്റ്റ്. ഇതെല്ലാം 8 ഡാമുണ്ട്. പിന്നെ 5 ഡാം തമിഴ്നാടിന് അകത്താണ്. ഇതെല്ലാം ഇന്റർ കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ 8 ഡാം. നിങ്ങളുടെ വരുമാന മാർഗം തന്നേരം ഇവിടെ വേറെ വർക്കുകളൊന്നുമില്ല. ഫോറസ്റ്റിലുള്ള വർക്കുകൾ മാത്രം. ഒരു ഫാമിലിയിൽ ഒരാൾക്കെങ്കിലും പണി ഉണ്ടാവും. ഫോറസ്റ്റിലുണ്ടാവും ജോലി? കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ല. പിന്നെ കാട്ടിക്കറി എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു മലഞ്ചരക്കുകളൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തേനും അങ്ങനെയുള്ള സാധനങ്ങൾ ഫോറസ്റ്റിന് തന്നെ കൊടുക്കും. ഫോറസ്റ്റ് തന്നെ കൊടുക്കും. വീടൊക്കെ ഇവര് തന്നെ സ്വന്തം വെക്കുന്നല്ലേ? പണിത് തരും ഗവൺമെന്റ്. ആണോ? പിന്നെ ആർക്കും ഇവിടെ സ്വന്തം സ്ഥലമില്ല. മുള, ചന്ദനം, ഈട്ടി, തേക്ക് അതിൻ്റെയൊക്കെ നഴ്സറിയാണ് അത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് ഹോസ്റ്റലിൽ കൊണ്ടാകും. ഹോസ്റ്റലോ? ഇവിടെ പിള്ളേർ താമസിച്ച് പഠിക്കും? അല്ല, ഇവിടെ 4ാം ക്ലാസ് ടൗണില് എല്ലാവിടെയും ഉണ്ട്. 24 മണിക്കൂറാ ഇതെല്ലാം? അതിന്റെ 12 മണിക്ക് ചെക്കിനും 10:30 ചെക്കും. രണ്ടുപേർ പാക്കേജ് ഇതോടോ റൈറ്റ് മുകളിലാണ് കേട്ടോ. അപ്പോൾ ഫുഡ്, ട്രക്കിങ്, ബോട്ടിങ് എല്ലാ സംഭവമുണ്ട്. സൈഡിൽ സൈഡ് മൊത്തം ഫുള്ള് വെള്ളം. ഇതാണ് ഒരു ഡാം, തൂണക്കടവ് ഡാം. തൂണക്കടവ്. ലാൻഡെല്ലാം നമ്മുടെയാണ്. ഈ ഡാം മാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഇതുവഴി തന്നെയാണ് വരുന്നത്? അവർക്ക് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ. ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഓഫീസുണ്ട്. പിന്നെ നേരെ പറമ്പിക്കുളത്തുണ്ട്. പറമ്പിക്കുളത്തുണ്ട്. വെള്ളത്തിനകത്തോട്ട് ക്യാമറ വെച്ചേക്കുന്നു. എല്ലാ ഡാം പോലെ തന്നെ സെയിം ഒരു ക്യാമറ വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിന്റെ വെള്ളത്തിന്റെ ലെവൽ എടുക്കാൻ വേണ്ടി ക്യാമറ വെച്ചേക്കണം കേട്ടോ. അവിടെ ആ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു കുറ്റിയുണ്ട് കണ്ടോ. എവിടെ ഇരിക്കുന്നത്?
ചങ്ങാടം ബോട്ടിങ് കയറണം. പോണോ? കാരണം നിങ്ങൾ അവർ ഒന്നായാൽ മതി. ഒരു 4 പേർക്ക് 500 രൂപയാണ് അരമണിക്കൂർ. അത് നമ്മൾ ഒരാളാണെങ്കിലും 500 കൊടുക്കേണ്ടി വരും. അത് ഫിക്സഡാണ്. പിന്നെ ഓരോ എക്സ്ട്രാ പേഴ്സണും 100 രൂപയാവും. ഓക്കെ, അവർ വരുന്നുണ്ടോ? എടാ ഇനി എടുത്തോണ്ട് പോകണേ ഇവന്മാർ അനുവാദം വേണ്ടി വരുമോ? പാർക്കിംഗ് ഫീസ് ഇവന്മാരാണോ വാങ്ങിക്കുന്നത്? എടാ ചുമ്മാ അവൻ്റെ വണ്ടി പോറുമെന്ന്. നമ്മൾ ആ ഡാമിൻ്റെ താഴെ വന്നു കേട്ടോ. അതായത് ഒരു 80 സ്ക്വയർ കിലോമീറ്ററോളത്തേക്ക്. പിന്നെ അതിരപ്പള്ളി കൂടെ പോകുന്ന വെള്ളമാണ് ഈ വെള്ളം തോളയാറ് പറമ്പിലും നെല്ലിയാമ്പ ഇന്നൊരു പഴം ഇതെല്ലാം ഒന്നിച്ച് അതിൽ കൂടെ പോകും. 80 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടെ തേക്കുള്ളത് കേട്ടോ. ആ പ്ലാന്റേഷൻ അല്ലേ? പ്ലാന്റേഷൻ. പക്ഷെ നല്ല കലയുണ്ട് കേട്ടോ, നല്ല കളറും. എത്ര മണി വരെയാണ് ഇത് അനുവദിക്കുന്നത്? രാവിലെ 7 മണി മുതൽ വൈകിട്ട് ഒരു 2:30-3 മണി വരെ എൻട്രി ചെയ്യും. അത് 3 മണിക്ക് ശേഷം വരുന്നവരെ കടത്തി വിടാം. ആ ഒരു ഓടിയെത്തുകയല്ലോ. 6 മണിക്ക് ക്ലോസ് ചെയ്യണല്ലോ. ആ അപ്പോൾ അവർ വന്നാൽ ഫ്രണ്ട്സേട്ടാ ഫ്രെയിമിൽ നമ്മുടെ വണ്ടി ഫ്രണ്ടിലെല്ലാം വണ്ടി കയറിയില്ല. നല്ല സ്ഥലമായിരുന്നു. നല്ല ഇപ്പം അവിടം വരെ ഇവർ നമ്മുടെ വീഡിയോയിൽ കാണും. മൊത്തം 2 സൈഡിൽ ഇല്ലി ഉണങ്ങി നിൽക്കുക അല്ലേ? ഇപ്രാവശ്യം ഇവർക്ക് മുളകേരി ഒന്നും ശേഖരിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞേ. മഴ പെയ്തു പോയി. ഒന്നുമല്ലാത്ത സമയത്താണ് മുള പൂത്തേന്ന് പറഞ്ഞത്. എന്നാ വില വരും? 400 രൂപ വരെ വരുമെന്ന് പറഞ്ഞല്ലേ? ഇവിടെ 400 രൂപ വരെ ഇവിടെ വരും കേട്ടോ മുളകരിക്ക്. മുളകരി എടുക്കുന്നതും വലിയ പാടാന്ന് പറഞ്ഞു കേട്ടോ. എടുത്ത് ഉണക്കി കുത്തി അതിൻ്റെ തവിടൊക്കെ എല്ലാം കളഞ്ഞ് തേക്ക് മാറി മരങ്ങളായി. ഒറിജിനൽ നേച്ചർ ഫോറസ്റ്റ്. ഏരിയയാണ് ഡാമിന്റെ പ്രോജക്റ്റുമായിട്ട് സംബന്ധം. പറമ്പിക്കുളം ആനയാർ പ്രൊജക്ട്. അത് തൂണക്കടവും പറമ്പിക്കുളം ഡാമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണലാ. തമിഴ്നാട് ഇത് തന്നെയാണ്. അതെല്ലാം അവരുടെ സെക്ഷൻ പോകൂല. ഇവരെപ്പോഴും ഇങ്ങനെ ഇവിടെ ഉണ്ടാവും അല്ലേ? പറമ്പിക്കുളം ജംഗ്ഷൻ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ടോ നമ്മുടെ ഡാമിന് പോകാൻ? നമ്മൾ അവിടെ നിന്ന് പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പറമ്പിക്കുളം ഡാം ഇതിനും 3 ഷട്ടറാണ്. ഈ റോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കണോ? ഈ റോഡ് ഇവിടം വരെ ഉള്ളു കേട്ടോ. ഇവിടെ കൊണ്ട് ഈ റോഡ് അവസാനിക്കുകയാണ്. അത് പ്രത്യേകത പറഞ്ഞു കേട്ടോ. എന്തോ ഒരേ വലിപ്പമുള്ള കല്ലുകൊണ്ടാണ് ഇത് മൊത്തം പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഡാമിന്റെ ഷട്ടർ ഭാഗം മാത്രമേ ഉള്ളൂ സിമെന്റും പറഞ്ഞേക്കുന്നത്. ബാക്കി മൊത്തം മണ്ണും കല്ലും ഉപയോഗിച്ചാണ് പറഞ്ഞേക്കണെന്നാണ്. ഇത് 2 ആനയുണ്ട്. അതുണ്ടോ ആ ഷട്ടർ തുറക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറം 2 ആനയെ പണിത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം എല്ലാം പോകുന്നത് അതിരപ്പള്ളിക്കാന്ന് പറഞ്ഞു കേട്ടോ. ആ വഴി ഈ വെള്ളം എല്ലാം പോകുന്നത്. ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ ചങ്ങാടാണോ അതോ ഇവിടുത്തെ കൊണ്ടുവന്നത്? ഇത് ഇതിന്റെ മുകളിൽ റോസൊക്കെ വലിച്ചിട്ടേക്കണ വെള്ളം പമ്പ് ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുന്ന് ഉള്ള വ്യൂ കാണാൻ. 241 അടി. അതാണ് ഇതിന്റെ മാക്സിമം വെള്ളമാണ് ഇപ്പൊ കിടക്കുന്നത് അല്ലേ? ഇത് മാക്സിമം വാട്ടർ ലെവലാണ്. സ്റ്റേജ് കേട്ടോ ഇതുണ്ടോ. അതായത് 1961 ജവഹർലാൽ നെഹ്റു വന്നതെന്ന് പറഞ്ഞു. അതായത് ആളിയാറ് പറമ്പിക്കുളം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനല്ലേ ഫ്രണ്ടിലുള്ള യശോസംഭവമൊക്കെ അതിനിട്ടതാന്ന് പറഞ്ഞത്. പറമ്പിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ ഉള്ളു കേട്ടോ. ഇത് 2-3 കട, ലെഫ്റ്റ് സൈഡിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്, റേഷൻ കടയുണ്ട്.
പിന്നെ അത്യാവശ്യം ഇവിടെ വന്നിട്ട് ചെറിയ കടകളുണ്ട്. അത്യാവശ്യം ബ്രെഡ് ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ചായ അതൊക്കെ ഉള്ളൂ. പിന്നെ ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ വന്ന് ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടി നടക്കില്ല. റിസർവ് ഫോറസ്റ്റ് ആണ്. നമുക്കൊരു ചായ കുടിച്ച് നമുക്കും അടുത്ത സ്ഥലത്തോട്ട് തിരിയാം. പറമ്പിക്കുളത്തുനിന്ന് കുറച്ച്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ്, അല്ല തിരിച്ചു വരുമ്പോഴാണ് ലെഫ്റ്റ് അല്ലേ? പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ പോകണേ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ബോട്ട് ലാൻഡിങ്ങിലൂടെ? 1/2 കിലോമീറ്റർ കൂടുതലുണ്ടാവും. 1/2 കിലോമീറ്റർ താഴാണോ? അത് നേരെയോ? ആ വീണ്ടും ലെഫ്റ്റ്. അവിടെ ഒരു മറ്റേ ബാംബു കാസ്റ്റിംഗ് അല്ലേ അതോ? മുളച്ചങ്ങാടത്തിലുള്ള ബോട്ട്. ഓക്കെ. ബാംബു റാഫ്റ്റിംഗ് പറയും. ഇതും ആദിവാസി മേഖലയാണോ ഏട്ടാ? ഇതും ഒരു ട്രൈബൽ കോളനി. ട്രൈബൽ കോളനി. ജസ്റ്റ് കയറ്റി നിർത്തിയാണ്. നമുക്ക് മുളച്ചങ്ങാടം കാണാം. മുളച്ചങ്ങാടം ഒരുപാട് സ്ഥലത്തൊക്കെ ഉണ്ടല്ലേ? പക്ഷെ നമ്മളന്ന് കൂർഗി പോയപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, വെള്ളമായിട്ട്. വെള്ളം കൂടുതലായിരുന്നു. ഇവിടുത്തെ ഈ ട്രൈബൽസിനെ മീൻ പിടിക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ട്. ഈ ഡാമും അല്ല, പറഞ്ഞ ഡാം തന്നെ, ഇതെല്ലാം തമിഴ്നാട് നിയന്ത്രണത്തിലാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിന് അനുവാദം. ഈ ചങ്ങാടം നമുക്ക് കയറാം കേട്ടോ. 500 രൂപയാണ്. ഇതൊക്കെ ഇവിടെ ഉടക്ക് വലയൊക്കെ കിടക്കുന്നത്, വലയൊക്കെ കൂട്ടിയിട്ടിരുന്നുണ്ട് ഇവിടെ മീൻ പിടിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഈ ഭാരമാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ വനത്തിൽ താമസിക്കുന്നവർ. ഇതിനകത്ത് നമ്മൾ ഈ കണ്ട പറമ്പിക്കുളത്ത് നിന്ന് 11 കിലോമീറ്റർ 9 കിലോമീറ്റർ അകത്ത് ആദിവാസി ഊരുകളുണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാം നടന്ന് വന്നാണ് സാധനം വാങ്ങാനൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞു. ഒരു ഇതിന് ചേർന്ന് വരുമായിരിക്കും അല്ലേ? ഇതന്നെ ഒരു സാധനം കിട്ടിയിട്ടേ. നൈസ് ബോയ്. നല്ല ഭംഗിയല്ലേ? അവിടെ എല്ലാം ഓരോരോ തുരുത്ത് പോലെ കേട്ടോ. അതെ, അതൊരു തുരുത്ത്. അതൊരു ഈ ഡാം എല്ലാമായിട്ട് ടണൽ വഴി ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ടണല് ചങ്ങാടം വരുന്നുണ്ട്. ഒരു ചങ്ങാടം വരുന്നുണ്ടോ? 4 പേരാണ് തുഴയുന്നത്. ഇത് ആദ്യം പോയ യാത്രക്കാരാ. അവരെ പഠിപ്പിക്കണതാണ്. മുള കൊണ്ട് തന്നെ സീറ്റൊക്കെ പണിത് അല്ലേ? സംഭവം കൊള്ളാം. കഷ്ടപ്പെട്ടൊക്കെ പണിതേക്കുന്നല്ലേ? 4 വശത്തൊന്ന് ഇടയ്ക്ക് ഒരെണ്ണം. കരയ്ക്കടുത്ത് അങ്ങനെ കരയ്ക്കടുത്ത് വരണം. പോവല്ലേ? പോയേക്കാം. ഇനി നമ്മൾ തേക്കും തോട്ടമല്ലേ കാണാൻ പോകുന്നത്? തേക്ക് അല്ലേ? 500 വർഷം പഴക്കമുള്ള ഒരു ചെറിയൊരു ബാച്ച് പോകുന്നുണ്ടോ? എല്ലാവരും അകത്തോട്ട് കയറിപ്പോയി എല്ലാവരും കൂടെ. മിക്കതും ഇതില്ല, കൊമ്പില്ലാത്ത കേട്ടോ. കൂടുതലും ഫീമെയിലാ കൊമ്പില്ലാത്ത. നീ അടുത്ത് വന്നിരിക്കുന്നു. കടന്നു പോന്നിപ്പോ കൊമ്പുള്ള ആൾക്കാരുണ്ട്. കൊമ്പുള്ളവനുണ്ട്. കൊമ്പുള്ളതിന് വലിപ്പം കൂടുതലുണ്ടല്ലേ? കൊമ്പ് കഴിഞ്ഞാണ് ഇന്ന് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇതിവിടെ വരുന്ന വഴിക്ക് കാണുന്ന ഒരു വ്യൂ പോയിന്റ് കേട്ടോ. 2 വ്യൂ പോയിന്റ്, അതിലൊന്ന് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കൂടെ കാണാം. എത്ര വിഭാഗക്കാരുണ്ടെന്ന് ഏട്ടാ പറഞ്ഞേ? ഇവിടെ 4 വിഭാഗക്കാരാണുള്ളത് ആദിവാസികൾ. മലസർ, മലമലസർ, മുതുവൻ, കാടർ, അങ്ങനെ 4 വിഭാഗക്കാരാണ്. അതിൽ ഈ കാടർ എന്ന് പറഞ്ഞത് ഒരു ഓൾഡ് ട്രൈബ് എന്ന് പറയും നമ്മുടെ ഭൂമിയിൽ തന്നെ. അതൊരു ഈ ആഫ്രിക്കൻ ട്രൈബിനെ പോലെ ഉണ്ടാവും. ഏകദേശം മുടിയും കളറും ചുണ്ടെല്ലാം. പിന്നെ മുതുവാൻ പറഞ്ഞത് അത് അവര് അവര് വെളുത്ത ആൾക്കാരാണ്. നല്ല എല്ലാരും വെളുപ്പായിരിക്കും. വെളുത്ത ആൾക്കാരൊക്കെ. മലസറും മലമലസറും മാക്സിമം ഒരേപോലെ ഉണ്ടാവും. ഈ തമിഴ്നാട്ടില് നോർമൽ ആൾക്കാരെ പോലെ തന്നെ ഉണ്ടാവും.
ഇവരൊക്കെ വ്യത്യസ്തരമായ ജോലികളാണ് ചെയ്യുന്നത്. ഈ ജോലികളൊക്കെ ഇവിടെയുള്ള ഏകദേശം ഒരേ വർക്കുകളാണ്. ഈ കാടൻ എന്നൊക്കെ പറഞ്ഞ ഇവര് ഒരു നല്ല ഒരു ഉള്ളിലോട്ടാണ് താമസിക്കുന്നത്. ഉള്ളിലുണ്ടായിരുന്നു, ഇപ്പൊ പുറത്ത് കൊണ്ടുവന്നു. അതെ, അവര് ഈ വംശനാശം സംഭവിക്കുന്ന ഒരു ട്രൈബൽ കൂടെയാണ്. അപ്പൊ അതിന്റെ അതായത് അവരുടെ ആ ഗോത്രം വളരെ കുറവാണ്. ദുർബല ഗോത്ര വിഭാഗം പറയും, അങ്ങനത്തെ ഒരു വിഭാഗക്കാരാണ് ഈ കാടൻ. അവര് ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ടാവും? ഇവിടെ ഒരു 2 കോളനിയിലായിട്ടുണ്ട്. 600ഓളം പേര് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതെ, പിന്നെ മലസറും കാടരുമാണ് ഇവിടെ കൂടുതൽ. മലസരും കാടരുമാണ് കൂടുതൽ. മുഴുവന് ഒരു കോളനി മാത്രമേ ഉള്ളൂ. അവരുടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. മലസരും കാടരും മാത്രമാണ് അധികമുള്ളത്. ഇത് ഈ വനത്തിനകത്ത് എന്നാ ദൂരെയാണ്? ഇപ്പൊ നമ്മൾ പറമ്പിക്കുളം പോയിടത്തുനിന്ന് അവിടുന്ന് ഒരു 9 കിലോമീറ്ററോളം നടക്കണം ഇവർക്ക് നടക്കണം. ഒരു ജീപ്പ് ഉണ്ട്, അത്യാവശ്യം പേര് ആ ജീപ്പിൽ പോകും. സർക്കാരിന്റെ ജീപ്പാ? ഉള്ള ആൾക്കാർ നടന്നാ പോകും. സർക്കാർ വകയാണോ ജീപ്പ് അതോ? അല്ല, അവരുടെ സ്വന്തം, അവർക്കൊരു സ്വന്തം എല്ലാവർക്കും കൂടെ ചേർന്ന് സാധനങ്ങളെ കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുവരുന്ന ആ വണ്ടിയിലാണ്. അത് സപ്ലൈക്കോടെ ആണോ ആ വണ്ടി? സപ്ലൈക്കോടെ വാഹനമാണ്. എല്ലാ വെള്ളിയാഴ്ചയും വരും. ഒരു വെള്ളി, ശനി, ഞായർ 3 ദിവസം ഇവിടെ അവർ താമസമായിരിക്കും. അവർക്ക് റൂമെല്ലാം ഉണ്ട്. 1-2 കോളനിക്ക് ആ വണ്ടി തന്നെ നേരിട്ട് പോയിട്ട് സപ്ലൈ ചെയ്യുന്നത്. എന്തൊക്കെ സാധനങ്ങൾ അവർ കൊണ്ടുവരുന്നത്? എല്ലാം ഉണ്ട്, പഞ്ചസാര, പരിപ്പ്, എല്ലാം ഉണ്ട്. ചില സാധനങ്ങൾ മാത്രം നമുക്ക് ഈ സബ്സിഡി ആയിട്ടുള്ള റേറ്റിന് കിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നോർമൽ റേറ്റ് തന്നെയാണ്. ഒരു റേഷൻ കട ഉണ്ടല്ലേ അവിടെ? റേഷൻ കട 2 റേഷൻ കട, 2 ഉണ്ട്. പറമ്പിക്കുളത്ത് ഒരെണ്ണം, പിന്നെ നമ്മുടെ സുങ്കം കോളനി പറയും, അവിടെ ഒരു റേഷൻ കടയും. സുങ്കം കോളനി അതായത് നമ്മൾ പോകുന്ന വഴിക്കാണ്ടാണ്? പോകുന്ന വഴിക്ക് തന്നെയാണ്. ഓക്കെ. ഇത് അടുത്ത ഒരു വ്യൂ പോയിന്റ് കേട്ടോ. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട തൂണക്കടവ് ഡാമില്ലേ, അതിവിടെ ഒന്ന് അങ്ങ് ദൂരെ കാണാം. അങ്ങനെ 2 വ്യൂ പോയിന്റ്. പിന്നെ ഇനിയൊരു തേക്ക് മരത്തിനെ കാണാണ്ട്, തേക്ക് മരത്തിനെ. ഇനി നമുക്കൊരു 7 കിലോമീറ്റർ ഓഫ് റോഡ് സഞ്ചരിക്കാം കേട്ടോ. എന്തുവാ അവിടെ കാണാനുള്ളത്? അവിടെ നമുക്ക് ഒരു 500 വർഷം പ്രായമുള്ള ഒരു തേക്ക് മരമുണ്ട്. 500 വർഷം പ്രായമുണ്ട്. കന്നിമാര എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. കന്നിമാര തേക്ക്. അത് ഏകദേശം പ്രായമാണ് 500 തന്നെ. ഇനി അത് കട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റായ പ്രായം പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് ആരും പ്ലാന്റ് ചെയ്തതല്ല, അത് നാച്ചുറലായിട്ട് ഇവിടെ മുളച്ച് വളർന്ന ഒരു തേക്കാണ്. അത്രയും വലിയ തേക്ക് നമ്മുടെ വേൾഡിൽ തന്നെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ആ കന്നിമാര തേക്ക്. ഈ പേരിട്ട് തരാൻ നേരം കന്നിമാര തേക്ക് ഇവിടുത്തെ ട്രൈബൽസ് ഇട്ട പേരാണ്. അതിന്റെ അർത്ഥം എന്നാണ്? അർത്ഥം ഈ ചെറുപ്പം മാറാത്ത എന്നൊക്കെ വരിക. പിന്നെ വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, എന്ന് വെച്ചാൽ ഈ കന്യകമാരുണ്ടല്ലോ നാട്ടിലെ ദൈവങ്ങൾ, അങ്ങനത്തെ ഒരു ദൈവങ്ങൾ അടങ്ങി കുടിയിരിക്കുകയാണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ തേക്കില്. ഇതിപ്പോ 7 കിലോമീറ്റർ ഇതുപോലെ തന്നെ റോഡാ. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് മഹാവൃക്ഷ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. 94 മഹാവൃക്ഷ പുരസ്കാരം അല്ലേ? ശരി. അങ്ങോട്ട് ബസ്സും പോകും അല്ലേ? അങ്ങോട്ട് നമ്മുടെ സഫാരി വാനങ്ങൾ അതേ വരുന്നുണ്ടല്ലോ. ഇതാണ് പറമ്പിക്കുളത്ത് സഫാരി വാൻ. കാടും മഴ എങ്ങനെയുണ്ട്? കാട്ടിനകത്ത് മഴ പെയ്താലും ഒരു ഭംഗിയല്ലേ? പോലെ കാണാം. ക്ലാസ് വെള്ളം വീഴുന്നു. അയ്യോ വൃക്ഷമുത്തശ്ശിയെ കാണാൻ പോയിട്ട് വരുന്ന ആൾക്കാരാണ്. മ്ലാവല്ലേ? മ്ലാവ് 5 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം കുഞ്ഞാണ് കേട്ടോ, തീരെ പൊടിക്കുട്ടനുണ്ട്. മഴയൊക്കെ നനഞ്ഞ് നിൽക്കുന്നുണ്ടോ? 2 എണ്ണം ഉണ്ടല്ലേ? 2 എണ്ണം കുഞ്ഞതാണോ? ഒരെണ്ണം അപ്പുറത്തേക്കുന്നുണ്ടോ? ഒരെണ്ണം അപ്പുറത്ത് കിടക്കുമല്ലേ? കിടക്കുവാണോ? അല്ല, നിൽക്കുക. ചെറുതാ. ഒരു കുഞ്ഞു സുന്ദരനുണ്ട് കേട്ടോ. നോക്കി 3 എണ്ണമാണ് കേട്ടോ.
ഒന്ന് ഒരു കുഞ്ഞിത്, വലിയത് 2 എടാ അപ്പുറത്തൊരെണ്ണമുണ്ട് കേട്ടോ. അപ്പുറത്തൊന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതുണ്ടോ, അതിനകത്തോട്ട് നിൽക്കുന്നുണ്ടോ? ഇതല്ല നമ്മുടെ 500 വർഷം പഴക്കമുള്ള തേക്കിനെ കാണാൻ പോയിട്ട് വരുന്ന കേട്ടോ. മരമുത്തശ്ശി കന്നിമാറ എന്നായിട്ടാ പറഞ്ഞത്? കന്നിമാറത്തേക്കെന്നാ കേട്ടോ ഇവരിതിന് പേരിട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ കന്നിമാറ തേക്ക്. വനദേവതമാർ കുടികൊള്ളുന്ന തേക്കാന്ന് വിചാരിക്കുന്നു പറയപ്പെടുന്നല്ലേ. 94-95 മഹാവൃക്ഷ പുരസ്കാരം കിട്ടിയ തേക്കാട്ടോ കന്നിമാറ തേക്ക്. തേക്കിന് നമുക്ക് കന്നിമാറ തേക്ക് ഹൈറ്റ് 42.39 മീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കെന്നാണ് കേട്ടോ പറയുന്നത്. കയറി നോക്കിയാലോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ തേക്കിന്. ലോകത്തിലെ എണ്ണം പറഞ്ഞ തേക്കുകളിലൊന്നാണ് അല്ലേ? അതെ. വേൾഡ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിൻ്റെ മുമ്പിൽ നിന്ന് മഴയും കാടും കണ്ട് ആസ്വദിച്ച് ബൈനോക്കുലർ ടോക്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.